ആരാ അത്? ആരാന്ന്? ആരാടാ പന്തടിച്ചേ? ആളുകളുടെ മേത്ത് പന്തടിച്ച ആരാന്നാ ചോദിച്ചേ? അതൊക്കെ സെറ്റാവും ശിവേട്ടാ. പിന്നെ ഈ അവസ്ഥയിൽ ഇപ്പോ പറയേണ്ട കാര്യം അതൊന്നും അല്ലല്ലോ. ഓ, എന്റെ അസുഖം അതൊക്കെ ഇന്നലെ തന്നെ മാറിയിടാ. അതെ, ശിവേട്ടന്റെ അസുഖം ഭേദമാകാത്തതിന്റെ പ്രധാന കാരണം എന്താണെന്നോ? കൃത്യമായിട്ട് മരുന്ന് കഴിക്കൂല. ഒരാളിങ്ങനെ കൃത്യമായി പിന്നാലെ കൊണ്ടു നടന്നാലേ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ച വലിയ കഷ്ട. പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ പെങ്ങന്മാരെന്തിനാ? കല്യാണം കഴിക്കാത്ത ആങ്ങളമാരുടെ കാര്യം പെങ്ങളല്ലാതെ പിന്നെ ആര് വന്ന് നോക്കാനാ? ദേ, വീട് സെറ്റായി കഴിഞ്ഞ എന്നെ പ്രകാശങ്ങ് മധുരയ്ക്ക് കൊണ്ടുപോകും. പിന്നെന്ത് ചെയ്യും? അത് ശരി. അപ്പോ നീ എന്നെ ഫുൾ ടൈം രോഗിയാക്കാനുള്ള പരിപാടിയാണല്ലേ? ചായ റെഡി. ഇനിയുള്ള സംസാരമൊക്കെ ചായ കുടിച്ചിട്ടാവാം. ആ, ദേ അച്ഛൻ വന്നല്ലോ. എന്നാ പിന്നെ എനിക്കും കൂടി ഒരു ചായ എടുത്തോ. എന്നാ അച്ഛൻ ഇത് കുടിക്കേ, ഞാൻ വേറെ എടുക്കാം. ഇന്നലത്തെ പുകിലൊന്നും അച്ഛൻ അറിഞ്ഞില്ലല്ലോ. ദേ അങ്ങോട്ട് ചോദിക്കേ, പറഞ്ഞു തരും. എന്താ ശിവ, എന്താ പറ്റിയേ? എനിക്കൊന്നുമില്ല വേലായുധേട്ടാ. ഇവരെല്ലാം കൂടി എന്നെ അങ്ങ് രോഗിയാക്കാനുള്ള പരിപാടിയാന്നേ. ആ അല്ല, ചേട്ടന്റെ മോള് ചില്ലറക്കാരിയൊന്നും അല്ല. മരുന്നും മന്ത്രവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് എനിക്ക് വേണ്ടി ചെയ്യാനുള്ളത് മുഴുവൻ ഇവര് രണ്ടുപേരും കൂടി ചെയ്യുന്നുണ്ട്. ആ, റാണിക്ക് ഒരാങ്ങള ഇല്ലാത്തതിന്റെ കുറവ് നീ വന്നപ്പോഴാ മാറിയത്. അതുകൊണ്ട് നിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തില് ചന്ദ്രയെ പോലെ തന്നെ റാണിയും ഒപ്പത്തിനൊപ്പം നിൽക്കും. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്നേ. രണ്ട് സിസ്റ്റർമാരും കൂടെ ശുശ്രൂഷിച്ച് എന്റെ രോഗത്തെ ആട്ടി ഓടിച്ചെന്ന് പറഞ്ഞാ മതിയല്ലോ. ഏയ്, ഞങ്ങളുടെ കഴിവൊന്നുമല്ല. ശിവേട്ടന് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ വിവരം അറിഞ്ഞപ്പോഴേ ഓടി വന്ന കളക്ടർ ശാലിനി ചേച്ചിക്ക് തന്നെയാ മുഴുവൻ ക്രെഡിറ്റ് നൽകേണ്ടത്. 15 മിനിറ്റിനുള്ളിൽ മരുന്ന് കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ചെയ്തു. ആ ഇഞ്ചക്ഷന്റെ ഒറ്റ ബലത്തിലാ ശിവേട്ടനെ തിരിച്ചു കിട്ടിയത്. ആ ഇഞ്ചക്ഷൻ കാര്യമൊക്കണ്ട. ഈ രോഗത്തിന്റെ അവസ്ഥ വെച്ച് ഈ അസുഖം എപ്പോ വേണമെങ്കിലും വരാം. സ്ഥിരമായി കാണുന്ന ഡോക്ടറെ ഒന്ന് കാണുന്നത് നല്ലതാ. എന്റെ പ്രകാശേ, സ്ഥിരമായി ഡോക്ടറെ കാണാൻ ഞാൻ ഫുൾ ടൈം രോഗിയൊന്നുമല്ല. എന്റെ ഹാർട്ടിന്റെ വാൽവിന് ചെറിയൊരു ഏനക്കേട് വന്നു, അതുള്ളത് നേരാ. അതിപ്പോ ചികിത്സിച്ച് ഡോക്ടർ മാധവൻ ശരിയാക്കുകയും ചെയ്തു. അല്ലാതെ ജന്മന ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആളൊന്നുമല്ല ഞാൻ. ഞാൻ എങ്ങനെ നിങ്ങളെല്ലാം പറഞ്ഞത് മനസ്സിലാക്കുന്നേ? എന്തായാലും ഇനി ഒന്നും വരാതിരിക്കട്ടെ. പിന്നെ മരുന്ന് കൃത്യമായി കഴിക്കണം. ആരോഗ്യമുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എനിക്കത്രേ പറയാനുള്ളൂ. അതെ, ഇനി ഏട്ടന്റെ ജീവിതത്തിൽ ഒരു അച്ചടക്കം വേണം. അതിന് ഏട്ടനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു പെണ്ണ് ഏട്ടന്റെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യണം. ഏട്ടനെ വരച്ച വരെ നിർത്താൻ കഴിവുള്ള ഒരു പെണ്ണ്. അതിനെന്താ, ഒന്ന് മൂളിയാ മാത്രം മതി. ശിവനിണങ്ങുന്ന നല്ല ഒന്നാന്തരം മിടുക്കികളെ ഞാൻ കൊണ്ടുവന്ന് തരാം. ശിവൻ പറയുന്ന സമയത്ത് കല്യാണം. ഒന്നും വേണ്ടേ. ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നത് തന്നെ വലിയ ഭാഗ്യമെന്ന് കരുതുന്നവനാ ഞാൻ. ഇതുപോലെയൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോയാ മതി. അപ്പോ ഞാനിപ്പോ വരാവേ. അല്ല, ഏട്ടനെന്ന് എവിടെ പോകുന്നു? എനിക്ക് പോണം. എന്നെ കണ്ടില്ലെങ്കിലേ സങ്കടപ്പെടുന്ന ഒരാളുണ്ട്. എന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന ഒരാള്. നല്ല ബോധത്തോടെ അല്ലെങ്കിലും ആ സ്നേഹത്തിന് കലർപ്പില്ല, മായവും ഇല്ല. ആ, എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. വേലേട്ടാ. അല്ല ശിവേട്ടാ, ഈ സമയത്ത് യാത്ര. ഒന്ന് പോടാ, നീ ഇത്ര സില്ലി ആവാതെ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. ചന്ദ്രേ, ഇങ്ങനെ യാത്ര പോകാനൊന്നും പാടില്ല. നിനക്കും തടയായിരുന്നില്ലേ? പോട്ടെ മക്കളെ, അസുഖം മാറിയല്ലോ, പിന്നെന്താ.
അപ്പൊ ഞാനും ഇറങ്ങാ. കുറച്ച് വാഴക്കന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് നടണം. നീ അങ്ങോട്ട് വന്നേക്കല്ലോ അല്ലേ? ആ ശരി. എടി, ശിവേട്ടന് നിങ്ങൾക്കും ഇതിന്റെ സീരിയസ്നെസ് അറിഞ്ഞുകൂടാത്തോണ്ടാ. സൂക്ഷിക്കണം, നന്നായിട്ട് സൂക്ഷിക്കണം. ശിവേട്ടന് ഹാർട്ടിന് എന്തൊക്കെയോ കംപ്ലൈന്റുകളുണ്ട്. പക്ഷെ അതൊന്നും ശിവേട്ടൻ സമ്മതിച്ചു തരുന്നില്ല. ചന്ദ്രേ, ആയുസിനെ പിടിച്ചേർത്താൻ നമുക്ക് പറ്റില്ല. പക്ഷേ ആയുസ് എടുക്കാൻ വേണ്ടി ഉണ്ടാകുന്ന കാരണങ്ങൾ നമുക്കില്ലാതാക്കാൻ പറ്റും. ശിവേട്ടന്റെ കാര്യത്തിൽ നമ്മൾ അതെടുത്തേ വെക്കൂ. ആരാടാ അത്? ആരാന്ന്? ആരാടാ പന്തടിച്ചേ? ആളുകളുടെ മേത്ത് പന്തടിച്ച ആരാന്നാ ചോദിച്ചേ? സോമശേഖരൻ സ്പോർട്സ് കോട്ടയിൽ പോലീസിൽ കയറുമ്പോ പായുംപുലി എന്ന് വിളിപ്പേരുള്ള ഫോർവേഡ് കളിക്കാരൻ. പിന്നെ പോലീസ് ടീമിന് വേണ്ടിയുള്ള നിരവധി കളികള്. കളിച്ച കളികളെല്ലാം വിജയങ്ങൾ. അങ്ങനെ റെക്കോർഡുകളെല്ലാം ചാക്കിക്കെട്ടി കയ്യിലിരിപ്പ് കൊണ്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫറിനൊടുവിൽ വന്നു വീണതോ ശ്രീപത്മനാഭന്റെ മണ്ണിൽ. ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. വാഴ്ത്തപ്പെടാൻ യോഗമുള്ളവനെ വാനോളം അങ്ങ് വാഴ്ത്തും. അതേസമയം കുതുകാലുവെട്ടും കരിഞ്ചന്തപ്പണിയുമായി വരുന്നവനെ ഉടലോടെ ഈ മണ്ണിലങ്ങ് ചവിട്ടി താഴ്ത്തും. ഒരു തെറ്റും ചെയ്യാത്ത മഹാബലിയെ വരെ ചവിട്ടി താഴ്ത്തി. പിന്നല്ലേ തെറ്റുകളുടെ കൂമ്പാരമായ സോമശേഖരൻ. എന്താണ് അതിന്റെ ഉദ്ദേശം? അന്ന് കിട്ടിയതുകൊണ്ടൊന്നും മതിയായില്ല എനിക്ക്. എന്താന്നറിയില്ല കുറ്റിക്കാടാ, ഈ തോമാച്ചായനെ ഇപ്പൊ എന്ത് കിട്ടിയാലും മതിയാവില്ലെന്നൊരു തോന്നല. മാത്രമല്ല, അന്ന് താൻ തന്നത് പലതും തിരിച്ചു തരാൻ വേണ്ടി എന്റെ ഉള്ളം കൈ അങ്ങ് തുടിക്കുക. എന്ത് കിട്ടിയാലും അതിന്റെ 10 മടങ്ങ് തിരിച്ചു കൊടുക്കണമെന്ന് എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്.